ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ചിക്കൻ ഹന്തി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു 4-5 മിനിറ്റോളം നമ്മൾ എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. നമ്മുടെ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന ഒരു ടൈമിൽ നമുക്കതിനകത്തേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യുമിൻ സീഡ് ഇവിടെ ഒരു 3/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യുമിൻ സീഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണിത്. അത് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് സവാളയുടെ കളറൊക്കെ മാറി കിട്ടണം, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നല്ലതുപോലെ വാടി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. നമ്മൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ പീസിലൊക്കെ ഈ മസാല എത്തുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 4-5 മിനിറ്റോളം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ തൈരിലൊരു 2 മിനിറ്റോളം തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ തൈരും കൂടി ഈ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ കറികളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/4 ഗ്ലാസ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അതോടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. മൂടി തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തി, 1 ടീസ്പൂണോളം കസൂരി മേത്തി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്രീമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഹന്തി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈ ചിക്കൻ ഹന്തി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷ് കൂടിയാണിത്. നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടെയോ റൊട്ടീൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.